ഈ ദിവസങ്ങളിൽ സീസൺ അനുസരിച്ച് വിശ്വാസം ചലിക്കരുത്. മനഃപൂർവ്വമായി പറയണം, യെസ് കർത്താവേ, എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവം ഒരു പ്രമോഷൻ യോശുവയ്ക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് യോശുവ അനുഭവിച്ചത് നിന്ദയും പരിഹാസവും ദുഷി. ഒരു ദൈവത്തിന്റെ പ്രവർത്തിക്ക് നീ കുറ്റം ചുമക്കപ്പെടും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇപ്രകാരം പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവന്റെ ശിഷ്യന്മാർ അവനോട് റബ്ബി, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു? ഇവനോ അവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രേ. ഒരുവൻ കുരുടനായി പിറന്നത് എന്തുകൊണ്ട് എന്ന് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർക്കൊരു വലിയ സംശയം. ആ സംശയം കടന്നു വരുന്ന സമയത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ഇവൻ കുരുടനായി പിറന്നത് ഇവൻ്റെ അപ്പനും അമ്മയും പാപം ചെയ്തത് കൊണ്ടല്ല, ഇവൻ പാപം ചെയ്തത് കൊണ്ടുമല്ല, ദൈവപ്രവൃത്തി ഇവിടെ സംഭവിക്കുവാൻ വേണ്ടിയിട്ട്. ഒരുത്തൻ കുരുടനായി പിറന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കാൻ വേണ്ടിയിട്ട്. ശഖരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ നോക്കുന്ന സമയത്തിൽ ഇവിടെ ഈ കുരുടനെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ളൊരു അനുഭവം തന്നെ അതെ യോശുവയുടെ മേൽ കടന്നു വന്നു. ദൈവം ചിലത് നന്മയ്ക്കായി ചെയ്തത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശഖരിയ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർഷിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. മതി, ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇവിടെ ദൈവദൂതൻ, സാത്താൻ, യോശുവ. പലപ്പോഴും ദൈവദാസന്മാരൊക്കെ ഒറ്റയ്ക്കാണ്. ചിലയിടത്ത് ആക്രമണം തുടങ്ങുന്ന സമയത്തിൽ ഒറ്റയ്ക്കാണ്. ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ മാർക്കിടുവാൻ, അതെ, ദൈവത്തിൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ ദാസന് വേണ്ടി നിൽക്കുന്നു. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ പിശാച് മറ്റൊരു ഭാഗത്തിൽ ദൈവദാസനെതിരായിട്ട് നിൽക്കപ്പെടുന്നു. മാർക്കിടുവാൻ സ്വർഗത്തിൽ ദൈവവും ഇരിക്കുകയാണ്. ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വാതോരാതെ കുറ്റം പറഞ്ഞുകൊണ്ട് അവൻ്റെതായിട്ടുള്ള കുറ്റം പറച്ചില്ലെന്ന് പറയപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്തിൽ അവൻ്റെ വസ്ത്രത്തെ കുറിച്ച്, അവൻ്റെ ശുശ്രൂഷകളെ കുറിച്ചെല്ലാം മുഴുവനായിട്ട് ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെതായിട്ടുള്ള ദൂതൻ അവിടേക്ക് ഇറങ്ങി വന്ന് സാത്താനെ ശാസിച്ചു, അഥവാ ഭത്സിച്ചു എന്നൊരു വാക്ക്. അപ്പോൾ പിശാചിനെ ഭത്സിക്കണമെങ്കിൽ, പിശാചിനെ ശാസിക്കണമെങ്കിൽ ചില വ്യക്തി ജീവിതങ്ങൾ ചില വിമർശനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് കടന്നു വരപ്പെടാം. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ നിങ്ങളെക്കുറിച്ച് പറയാം. നിന്റെ വേണ്ടപ്പെട്ടവർ കുറ്റം പറഞ്ഞപ്പോൾ, നിന്റെ ഭർത്താവ് നിന്നെ കുറ്റം പറഞ്ഞപ്പോൾ, നിന്റെ ഭാര്യ നിന്നെ കുറ്റം പറഞ്ഞപ്പോൾ, നിന്റെ മക്കൾ നിന്നെ കുറ്റം പറഞ്ഞ സമയത്തിൽ, നിന്റെ കൂടപ്പിറപ്പുകൾ നിന്നെ കുറ്റം പറഞ്ഞ സമയത്തിൽ, ഒരുമിച്ച് ആരാധിച്ചവർ കുറ്റം പറഞ്ഞ സമയങ്ങളിൽ, വേദനാജനകമായ അനുഭവങ്ങൾ കടന്നു വന്ന സമയങ്ങളിൽ, നീ ഇതൊരു അപൂർവ കാര്യമെന്ന് ചിന്തിച്ചു പോകരുത്. ഒരു ദൈവത്തിന്റെ പ്രവർത്തിക്ക് നീ കുറ്റം ചുമത്തപ്പെടും. ഒരുപക്ഷെ ചിലപ്പോൾ ചെയ്യാത്ത കാര്യാദികൾക്കായിരിക്കാം, ഒരുപക്ഷെ അറിയാത്ത കാര്യാദികൾക്കായിരിക്കപ്പെടാം. സമൂഹം മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, കുടുംബം മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, വേണ്ടപ്പെട്ടവർ മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, കരങ്ങൾ അടിച്ചു പറ, ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബലിയാടാകപ്പെട്ടത്. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ
ഫൽസിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഫൽസിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് പറഞ്ഞു. സ്വതന്ത്ര കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കാവോ? ഇവിടെ ദൈവം ഒരു പ്രമോഷൻ യോശുവയ്ക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് യോശുവ അനുഭവിച്ചത് നിന്ദയും പരിഹാസവും ദുഷിയും. ഒരു മനുഷ്യൻ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ ഒരു പവറില്ല. അതൊക്കെ ഇത്തിരി തൊലിക്കട്ടിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കാലം എനിക്കതൊന്നും ഒരു വിഷയമില്ല. എൻ്റെ ദൈവം എന്നെ അറിയുന്നു, എൻ്റെ ദൈവം എന്നെ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ മനുഷ്യൻ പറയും പോലെ അല്ല പിശാച് പറയുന്നതാ. ആമേൻ. അവന്റെ മേലുള്ള ഒരു ശക്തിയുണ്ട്. ഒരു മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ, ഒരു മനുഷ്യനെ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ, ഒരു മനുഷ്യനെ ആമേൻ 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 സ്ഥിരീകരിക്കത്തക്ക വിധത്തിലുള്ള ദുർശക്തികളും അവനുണ്ട്. വല്ലതും മനസ്സിലായോ? ഇവിടെ ഒരു മനുഷ്യൻ പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ അവൻ്റേതായിട്ടുള്ള സെൻറ്റൻസുകൾ എന്ന് പറയും. പക്ഷേ പിശാച് പറയുമ്പോൾ അങ്ങനെയല്ല. ഡെവിൾ സ്പിരിറ്റ് മറുഭാഗത്തിൽ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലയോ, ആ വാക്കുകൾ കേട്ട സമയത്തിൽ തന്നെ ഞാൻ ഒരുമാതിരിയായിപ്പോയി, അയ്യോ എന്നൊക്കെ പറയും. ഇത് പൈശാചിക സ്വാധീനമാണ്. അപ്പോൾ യോശുവയ്ക്കെതിരായിട്ട് നിരന്നു നിന്നത് മനുഷ്യനല്ല, ദുഷ്ട പിശാചുക്കളായിരുന്നു. ആമീൻ. അന്ന് ആ കാലഘട്ടത്തിലെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന, മഹാപുരോഹിതനായിരിക്കുന്ന, വലിയൊരു ദൗത്യത്തിന് മുൻപന്തിയിൽ നിൽക്കപ്പെടുന്നതായിട്ടുള്ള ഭക്തന് വിപരീതമായിട്ട് സാത്താന്റെ ശക്തികളെല്ലാം നിരന്നു നിൽക്കുന്ന സമയങ്ങളിലേക്ക് തൽക്കാലത്തിലേക്ക് ഭക്തനൊരു പ്രയാസം പോലെ തോന്നി, തൽക്കാലത്തിലേക്ക് ഒരു ഭാരം പോലെ തോന്നി. എന്നാൽ ദൈവം ഉടനടി അവിടെ കടന്നു വന്നതിന് ശേഷം അതിനെ ഫൽസിച്ചു. പിശാചിനെ ശാസിച്ചമർത്തുവാൻ, പിശാചിനെ ഫൽസിക്കുവാൻ, പിശാചിനെ ബന്ധിക്കുവാൻ ദൈവം തൻ്റെ മക്കൾക്ക്, ദൂതന്മാർക്ക് ഒക്കെ കൊടുത്തിരിക്കപ്പെടുന്ന ഒരു പ്രത്യേക വാക്കാണ് സാത്താനെ ഫൽസിക്കുന്നു, 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 ഫൽസിക്കുന്നു. മൂന്നാം വാക്യം എഴുതിയിരിക്കുന്നു, എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൈവത്തിന്റെ മുമ്പിൽ, ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി, എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. മതി. ആക്ച്വലി സാത്താൻ ചുമ്മാ കുറ്റം പറഞ്ഞതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലൊട്ട് അല്ല എന്ന് നമുക്ക് തോന്നിയിരിക്കാം. ദുഷ്ടനെ ഭത്സിക്കുന്നവന് കറപറ്റും എന്ന ബൈബിൾ വാക്യം പ്രകാരം തന്നെ ഈ വലിയൊരു നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കപ്പെടുന്ന യോശുവയെ സംബന്ധിച്ചിടത്തോളം എവിടെയോ പിശാചിന് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള സബ്ജക്റ്റ് കിട്ടിയെന്നാണ് അതിനർത്ഥം. പക്ഷേ ദൈവം ഉടനടി പിശാചിൻ്റെ കൂടെ നിന്നിട്ട്, സാത്താൻ്റെ കൂടെ നിന്നിട്ട് യോശുവയെ ചവിട്ടി ഒതുക്കുകയല്ല ചെയ്തത്. എൻ്റെ കർത്താവ് എന്താ ചെയ്തു എന്ന് ചോദിക്കാം. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവൻ, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അവൻ്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വയ്ക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവൻ്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെച്ച് അവൻ്റെ വസ്ത്രം ധരിപ്പിച്ച് യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു. പിടികിട്ടിയില്ല, പറയാം. ഇങ്ങനെ ചുറ്റും വളഞ്ഞു നിന്ന് ദൈവത്തിൻ്റെ ഭക്തനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൽ അവൻ മൗനമായിട്ട് നിൽക്കുകയായിരുന്നു. അവൻ മിണ്ടാണ്ട് നിൽക്കുകയായിരുന്നു. കാരണം പിശാചിനോട് അടിച്ച് ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം എനിക്ക് വേണം, ദൈവത്തിൻ്റെ കൃപ എനിക്ക് വേണം. അതുകൊണ്ട് ഇവിടെ ചോദിക്കാനും പറയാനും ദൈവമുണ്ട്, ദൈവദൂതനുണ്ട്. അപ്പം ഞാൻ ഇവിടെ കയറി ആവേശം കാണിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കത്തില്ല. ദൂതുകൾ ഏറ്റെടുത്തോളണം. നീ ചിലടത്ത് ആവേശം കാണിക്കരുത്. മൗനമായിരുന്ന് എൻ്റെ ദൈവത്തെ നീ തിരിച്ചറിയണം. ആമേൻ 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 ആമേൻ. മൗനമായിരുന്നണം, മൗനമായിരിക്കണം. പ്രതികാരം യഹോവയ്ക്കുള്ളതെന്ന് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നുവെങ്കിൽ
ആമേൻ, നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ, നിന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം നിന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചുവെങ്കിൽ, കഴിഞ്ഞ ഒരു വർഷക്കാലം നിന്നെ ബുദ്ധിമുട്ടിപ്പിച്ചുവെങ്കിൽ, നിന്നെ പ്രയാസപ്പെടുത്തിയെങ്കിൽ, നിന്നെ ഭാരപ്പെടുത്തിയെങ്കിൽ, നീ പ്രതികരിക്കരുത്. ദൈവദൂതൻ നിന്റെ അടുക്കൽ നിൽപ്പുണ്ട് നിനക്ക് വേണ്ടിയിട്ട്. സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യോശുവയെ, നീ ഡയറക്റ്റ് പ്രതികരിക്കുകയാണോ അതോ നിനക്ക് വേണ്ടി ഞങ്ങൾ എഴുന്നേൽക്കണമോ? നീ ഒരുമിച്ച് ജോലി ചെയ്യുന്നിടത്ത്, നിന്റെ ഭവനത്തിൽ, നിങ്ങൾ സഹകരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, അങ്ങനെ തന്നെ ആകട്ടെ, സ്വന്തക്കാരുടെ ബന്ധുക്കളുടെ ഇടയിലൊക്കെയും പ്രതികരിച്ചു പോകും. പ്രതികരിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഭാഗത്തിൽ യോശുവയെ കണ്ടുപഠിക്കണം. ആമേൻ. പ്രതികരിക്കാൻ നന്നായിട്ട് അറിവുള്ളവനാണ് എങ്കിൽ, നന്നായിട്ട് കഴിവുള്ളവനാണ് എങ്കിൽ അവൻ മൗനമായിട്ടിരുന്നു. അതേ പാത തന്നെയാണ് നസ്രത്തുകാരനായിരിക്കുന്ന യേശു കർത്താവ് പിതാവിൽ നിന്ന് അനുഭവിച്ചുവെങ്കിൽ, ദൈവത്തിന്റെ ഭക്തൻ അവൻ മൗനമായിട്ടിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കടന്നു വന്നു. ഇവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് ഇവന് ഉത്സവ വസ്ത്രം ധരിപ്പിപ്പീൻ. അപ്പോ ഈ നിന്ന് വന്നത് നല്ലതിനല്ലേ? നല്ലതിനാണ്. നേരത്തെ സാധാരണ ഡ്രസ്സായിരുന്നു. ഇപ്പോൾ ഈ പ്രോബ്ലം വന്നപ്പോൾ ദൈവം തന്നെ പറഞ്ഞു, അത് മാറ്റിയിട്ട് ഉത്സവ വസ്ത്രം. നിങ്ങളെല്ലാവരും ഇന്ന് സാരിയും പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. അതെ, നാളെ നിങ്ങളുടെ വകയിലെ മരുമോൻ്റെ, അനിയൻ്റെ, ചേട്ടൻ്റെ, ചേട്ടത്തിയുടെ മോൻ്റെ കല്യാണം എന്നിരിക്കട്ടെ. ഈ കോലത്തിലായിരിക്കുമോ പോകുന്നത്? ഇല്ല. കഴിഞ്ഞ ആഴ്ച ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് കാണും, അത് ഇന്നിടൂല. നാളെ ഇങ്ങോട്ടെടുക്കും, പുറത്തോട്ടെടുക്കും അല്ലേ? പുറത്തോട്ടെടുത്തിട്ട് ഒരു 6-10 എത്ര മണിക്കാണ് കെട്ട്? 11 മണിക്കാണ് കെട്ട്. എവിടെയാണ്? തൊട്ടടുത്ത ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എത്ര മണിക്ക് കയറും? ഒരു 4 മണിക്ക് കയറും. 4 മണിക്ക് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് പ്ലീറ്റ് പിടി, പിന്നെ അങ്ങോട്ട് തലമുടി, അതെ നല്ല ഡ്രസ്സ് ചെയ്യാനല്ലോ, പ്ലീറ്റ് പിടി, പിന്നെ ചുറ്റിക്കെട്ടി, അത് ഇത്, പിന്നെ 500 പ്രാവശ്യം ബ്ലൗസിൻ്റെ കളറും സാരിയുടെ കളറും ശരി തന്നെ ഇതെല്ലാം അങ്ങോട്ട് നോക്കി 11 മണിക്ക് കെട്ടാണെങ്കിൽ 12 മണി വരെയും കണ്ണടയുടെ മുമ്പിലായിരിക്കും. അവിടെ എത്തുമ്പോൾ ഭക്ഷണത്തിൻ്റെ സമയം കഴിക്കും. എന്തിനാ? ഒരു ഉത്സവത്തിന് പോകാൻ പോവുകയാണ്, ഒരു കല്യാണത്തിന് പോകാൻ പോവുകയാണ്. സാധാരണ ഡ്രസ്സും ധരിച്ചുകൊണ്ട് പോകത്തില്ല. ഏറ്റവും നല്ലത് ഒരു ഉത്സവത്തിൻ്റെ പ്രത്യേകതയാണ്. ഉത്സവ ദിവസം ഏറ്റവും നല്ലത് ധരിച്ചേച്ച് കടന്നു വരും. യോശുവയ്ക്ക് ഇവിടെ സാത്താൻ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയും പോലെ തന്നെ, സ്തോത്രം, 4 സൈഡിൽ നിന്നും ഇവനെ ആക്രമിച്ച സമയത്തിൽ ദൈവം സാത്താൻ വിചാരിച്ചു, ഇതൊക്കെ കേൾക്കുന്ന സമയത്തിൽ കർത്താവ് ഇവനെ 2 ചുള്ളി കമ്പെടുത്ത് അടിയും കൊടുത്ത് ഇവനെ ഒതുക്കി ഓടിച്ച് വിടും എന്ന് പറഞ്ഞു. ഇല്ല, ദൈവം പറഞ്ഞു, ആ മുഷിഞ്ഞ വസ്ത്രം അവനിൽ നിന്ന് മാറ്റി അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിൻ. ഉത്സവ വസ്ത്രം. ഈ ഒരു വർഷ കാലഘട്ടത്തില് നിനക്ക് മുഷിഞ്ഞ അനുഭവങ്ങൾ കടന്നു വന്നുവെങ്കിൽ, വേദനാജനകമായ സാഹചര്യങ്ങൾ നിന്നെ തേടി കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ, ഈ ഒരു വർഷത്തില് ചില ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങൾ വന്നുവെങ്കിൽ, ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ട് ദൈവത്തിന് നിനക്ക് ഉത്സവ വസ്ത്രം തരാനുണ്ട്. ഒരു ഉത്സവ വസ്ത്രം നിന്നെ ധരിപ്പിക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് നിന്നെ നിന്ദയിലൂടെ നടത്തിവിട്, നിന്നെ പരിഹാസത്തിലൂടെ നടത്തിവിട്, നിന്നെ ദുഷിയിലൂടെ നടത്തിവിട്. ഈ ദീന മരണത്തിനായിട്ടല്ല, നിന്റെ കുടുംബം താറുമാറാകാൻ വേണ്ടിയിട്ടല്ല, നീ നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, നീ തകർന്നു പോകാൻ വേണ്ടിയിട്ടല്ല, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാനാണ് സ്വർഗം നിന്നെ വേദനയിലൂടെ നടത്തിവിട്ടത്. മനഃപൂർവ്വമായി പറയണം, യെസ് കർത്താവേ, എന്റെ കഷ്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. ചിലയിടങ്ങളിൽ ചില വേദനകൾ കടന്നു വരുന്നത് നീ ഒരു പടി കൂടി ദൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ടാണ്, നിന്റെ പിന്മാറ്റം ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്, നിന്റെ അകൽച്ച ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്, നീ ദൈവമേ എന്ന് ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്, നീ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യരായവർ 2 കരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിച്ചേ. വേദനകൾ നിന്നോട് വെറുപ്പുണ്ടായത് കൊണ്ടല്ല, ദുഃഖങ്ങൾ നിന്നോട് വെറുപ്പുണ്ടായത് കൊണ്ടല്ല, ദൈവത്തിന് അതിന്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. ഇവിടെ യോശുവ മാനസികമായി തകർന്നു. ഈ വിജാതികളെല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് എൻ്റെ കർത്താവ് ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദൂതൻ വന്നിട്ടും പ്രതികരിക്കുന്നില്ല എന്നുള്ള. ഇല്ല,
ആമേൻ. യോശുവ മൗനമായിട്ടിരുന്നപ്പോൾ ദൈവം എഴുന്നേറ്റു. ദൈവം എഴുന്നേറ്റു. ദൈവം എഴുന്നേറ്റു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുകയാണ്, മിണ്ടരുത്, പ്രതികരിക്കരുത്. നിന്റെ ഓഫീസിൽ പ്രതികരിക്കരുത്, നിന്റെ കുടുംബത്തിൽ പ്രതികരിക്കരുത്, നിന്റെ നാട്ടിൽ പ്രതികരിക്കരുത്. ഹല്ലേലൂയ. നിന്നെ നിന്ദിക്കുന്നവരിൽ പ്രതികരിക്കരുത്, നിന്റെ തൊഴിലുറപ്പ് സ്ഥലത്ത് പ്രതികരിക്കരുത്. ആമേൻ, പ്രതികരിക്കരുത്. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. നീ പ്രതികരിച്ച ദൈവം മിണ്ടാണ്ടിരിക്കും. നീ പ്രതികരിച്ചാലുണ്ടല്ലോ ദൈവം പറയാം, നിങ്ങൾ പിന്നെ നിങ്ങളായിക്കോളി, നിങ്ങൾക്ക് തരമുണ്ടല്ലോ, നിങ്ങളായിക്കോളി. നമ്മൾ തോറ്റുപോകും. പക്ഷെ നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ഇന്ന് ഒരുപാടൊന്നും പ്രസംഗം കേട്ടില്ലെങ്കിൽ ഇത്രയും പഠിച്ചാൽ മതി. അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. മിണ്ടരുത്. എല്ലാവർക്കും മറുപടി പറയാൻ നിൽക്കരുത്. നിന്നെ പറയുമ്പോൾ, നിന്റെ കുടുംബത്തെ പറയുമ്പോൾ, നിന്റെ ആരാധനയെ പറയുമ്പോൾ, നിന്റെ സ്തോത്രത്തെ പറയുമ്പോൾ, നിന്റെ ഹല്ലേലൂയ പറയുമ്പോൾ, നിന്റെ ശുശ്രൂഷയെ പറയുമ്പോൾ, നിന്റെ പാസ്റ്ററെ പറയുമ്പോൾ, നിന്റെ ഭവനത്തെ പറയുമ്പോൾ, നിന്റെ സഭയെ പറയുമ്പോൾ, നിന്റെ സ്വന്തക്കാരെ പറയുമ്പോൾ, നിന്റെ ഭാര്യയെ പറയുമ്പോൾ, നിന്റെ മക്കളെ പറയുമ്പോൾ, നിന്റെ മാതാപിതാക്കളെ പറയുമ്പോൾ, നിന്റെ ജോലിയെ പറയുമ്പോൾ, നീ മിണ്ടരുത്. ഈ ലോകത്തിൽ നമുക്ക് എല്ലാവരെയും പ്രസാദിപ്പിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തേയില്ല. പക്ഷെ മറന്നു പോകരുത്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മറന്നു പോകരുത്. വേറെ ആരെയും പ്രസാദിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയാലും മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്ക്, എത്ര നാളാണെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ശരിയാവും, അത് പിന്നെ പോയി. ചില കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ദൂതായിട്ട് ഞാൻ വിളിച്ചു പറയട്ടെ. ഭയങ്കരമായിട്ട് വീട്ടിൽ നിന്ന് മക്കൾക്ക് ട്രെയിനിങ് എല്ലാം കൊടുത്ത് അങ്ങ് പറഞ്ഞു വിട്ടു. മക്കളും മോളും ഒരുപാട് ട്രെയിനിങ് എല്ലാം എടുത്തു. അടുക്കളയെ പറഞ്ഞു, അടുപ്പിനകത്തുള്ളത് പഠിച്ചു, അടുപ്പിൻ്റെ വെളിയിലുള്ളത് പറഞ്ഞു, പിന്നെ തൊഴുത്തിലുള്ളത് പഠിച്ചു, അതിൻ്റെ പുറകിലുള്ളത് പറഞ്ഞു, മുറ്റത്തുള്ളത് പഠിച്ചു, ചെടിയിലുള്ളത് പഠിച്ചു, വീട്ടിനകത്തുള്ളത്, ഹോൾ റൂമിലുള്ളത്, അത് എല്ലാം പഠിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മായിക്ക് ഞാനൊരു രൂത്തിനെ പോലെ മരുമകളായിട്ടിരിക്കും. അപ്പോഴ് തന്നെ അമ്മായി വീട്ടിൽ ഇരുന്ന് തയ്യാറെടുത്തു. ദൂത് എന്തിനാ തയ്യാറെടുത്തത്? എൻ്റെ കൊച്ചന് ഞാനായിട്ട് ഒരു ബുദ്ധിമുട്ടും വരുത്തത്തില്ല. അവളിങ്ങ് വരട്ടെ, അവൾ എത്ര താടകയാണെങ്കിലും ഞാൻ മാക്സിമം ഒതുങ്ങി ഒന്നും പറയൂല. അവൾ ജോലി ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കഴിക്കാൻ തന്നാലും കുഴപ്പമില്ല, തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒരിക്കലും ഒരു ശല്യത്തിനൊന്നിനും ഞാൻ കടന്നു പോകത്തില്ല. ഞാൻ മാക്സിമം അതെ അവരെ പ്രസാദിപ്പിച്ച് ഞാൻ മാക്സിമം അഡ്ജസ്റ്റ്. രണ്ടുപേരും രണ്ടിടത്തുനിന്ന് തീരുമാനമെടുത്തു. ഒരു സുപ്രഭാതത്തിൽ വിവാഹം. രണ്ട് കുടുംബങ്ങൾ എന്തായി? ഒന്നായി അല്ലേ? ഒന്നായി. പിറ്റേ ദിവസം പിന്നെ കാപ്പി ഇടാൻ തള്ളല്, കാപ്പി ഉണ്ടാക്കാൻ തള്ളല്, പിന്നെ ഒയ്യോ തൂക്കാൻ തള്ളല്. അമ്മ മുന്നോട്ട് മാറിയില്ല. അപ്പം മരുമോളല്ല കേട്ടോ അവിടെ, മോള്. അപ്പോ ആരോ ഗസ്റ്റ് വന്നിട്ട് എവിടെ? മരുമോളോടെ. മരുമോളാ, അതെന്റെ മോളാണ്. അടുത്ത് വീണ്ടും അവളെ വീട്ടിൽ നിന്ന് ആരോ വന്നു, നിന്റെ അമ്മായി എവിടെ? അമ്മായിയോ? അമ്മ. ഒരു 3 മാസം കഴിഞ്ഞിട്ട് അതേ വീട്ടിൽ ചെല്ലണം. അമ്മ എവിടെ? അമ്മയാ? ഏതമ്മ? അമ്മ അങ്ങ് വീട്ടില്. ഇവിടത്തെ സാധനമാ സ്വാത്രം. അപ്പോഴാണ് അമ്മായിയുള്ള സമയത്തിൽ എവിടെ? മോള. ഏത് മോൾ? മോളെ കെട്ടിച്ചു വിട്ടിട്ട് 3 പിള്ളേരുമായി. ആ സാധനം അതിവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. പ്രസാദിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ട് ശരിയാകുന്നുണ്ടോ? മാക്സിമം നോക്കിയല്ലേ? പിടിച്ചിട്ട് നിൽക്കുന്നില്ല, എല്ലാവരും അല്ല, കുറച്ചു പേർക്കുള്ള ദൂത് പറയുകയാണ്. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. അതിന് പരിധികളുണ്ട്. നിന്റെ അഡ്ജസ്റ്റ്മെന്റിലൊന്നും തീരുന്ന കാറ്റില്ല. പക്ഷേ മനുഷ്യൻ നിന്നെ കുറിച്ച് എന്തോ പറയട്ടെ, ലോകം നിന്നെ കുറിച്ച് എന്തോ പറയട്ടെ, സമൂഹം നിന്നെ കുറിച്ച് എന്തോ പറയട്ടെ, എന്റെ പപ്പയുടെ സന്നിധിയിൽ നിനക്ക് പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. നീ അവനെ പ്രസാദിപ്പിക്കണം. അവന് വിപരീതമായിട്ടൊന്നും ചെയ്യരുത്. അവന് നിരക്കാത്ത ഒരു പ്രവൃത്തി നീ ചെയ്യരുത്. അവന് നിരക്കാത്തത് നീ സംസാരിക്കരുത്. അവന് നിരക്കാത്തത് നീ ചെയ്യരുത്. നീ എന്ത് ചെയ്താലും ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് വേണ്ടി ചെയ്യണം.
സ്വത്രം. മനുഷ്യനെ നമുക്ക് പ്രസാദിപ്പിച്ച് ജയിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കരടുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഒന്നുണ്ട്, നാം ചിലത് ചെയ്യുന്ന സമയത്തിൽ സ്വർഗത്തിലെ കർത്താവിനെ പ്രസാദിപ്പിക്കണം. നമുക്ക് മാർക്കിടേണ്ടത് അവനാണ്. ഈ ലോകം എന്ത് പറയുന്നു എന്നുള്ളതല്ല, ലോകത്തിലുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല, സമൂഹം നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നുവല്ല, മറ്റൊരാൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നില്ല, എൻ്റെ കർത്താവ് എന്നെ കുറിച്ച് എന്ത് പറയുന്നു. യോശുവ പറഞ്ഞു, ഞാൻ മൗനമായിട്ടിരിക്കുക, നീ എന്നെ കുറിച്ച് എന്താ പറ, ഞാൻ മിണ്ടത്തില്ല. മിണ്ടില്ല എന്ന് കണ്ടപ്പോ ദൈവം അവന് ഉത്സവ വസ്ത്രത്തെ കൊടുക്കുവാൻ തീരുമാനിച്ചു. നിനക്ക് നന്മ കിട്ടണമെങ്കിൽ നീ ചിലടത്ത് മിണ്ടരുത്, നല്ലത് കിട്ടണമെങ്കിൽ മിണ്ടരുത്, നല്ലത് കിട്ടണമെങ്കിൽ ഈ വർഷത്തിൽ കടന്നു വന്ന ഒന്നിനും പെറുപെറുക്കരുത്, ഒന്നിനും ദൈവസന്നിധിയിൽ എന്നാലും എനിക്കത് ഭവിച്ചുവല്ലോ എന്ന് പറയരുത്. ദൈവം എനിക്ക് തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചിലത്, എനിക്കൊരു ഉത്സവ വസ്ത്രം കിട്ടണമെങ്കിൽ ഞാൻ ചില പരിഹാസത്തിലൂടെ പോകേണ്ടി വരും, ഞാൻ ചില നിന്ദയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് കടന്നു വരിക. എനിക്ക് ഉത്സവ വസ്ത്രം ലഭിക്കണമെങ്കിൽ ഞാൻ ചിലയിടത്തിൽ ആക്ഷേപിക്കപ്പെടുക, ചിലയിടത്ത് പരിഹസിക്കപ്പെടുക, പക്ഷെ എനിക്കൊരു ഉത്സവ വസ്ത്രം ദൈവം തരും. പിന്നെ രണ്ടാമത് പറഞ്ഞു, അതൊക്കെ ആ യോശുവയ്ക്ക് കേട്ടപ്പോഴുള്ള ഒരു ആവേശം കൂടെ ഒന്ന് നോക്കിയേ. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് പറഞ്ഞു. അതുവരെയും ഒരു സ്വപ്നത്തിലും ഒരു ദർശനത്തില് ദൈവം യോശുവയോട് പറഞ്ഞില്ല, നീ തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയാണെന്ന് ഇതുവരെയും പറഞ്ഞില്ല. പക്ഷേ നാല് ചുറ്റും എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ച സമയത്തില് ദൈവം തന്റെ നാവ് കൊണ്ട് തന്നെ ഭക്തനെ കുറിച്ച് പറഞ്ഞു, നീ ഇവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുക, കാരണമുണ്ട്, ഇവൻ തീയിൽ കിളിർത്തതാണ്, ഇത് വെയിലത്ത് വാടുന്ന സാധനമല്ല, ഇവനെ തീയിൽ നിന്ന് മുളപ്പിച്ചെടുത്തതായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ വിശ്വാസത്തെ ദൈവം പഠിപ്പിക്കുവാൻ, വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുന്ന ഒരു അവസരമാണ് നിന്റെ കഷ്ടത. പത്രോസിനെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ വേണ്ടിയിട്ട് പിശാച് ചോദിച്ച സമയത്തിന് ദൈവം വിട്ടുകൊടുത്തില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം പോയി പോകുമെന്ന് വച്ചിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല. എന്നാൽ അതേ സാത്താൻ തന്നെ യോബിന്റെ അടുക്കലേക്ക് കടന്നു വന്നതിന് ശേഷം പറഞ്ഞു, എനിക്ക് ഇച്ചിരി പാറ്റാൻ തരുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ജീവനെ എടുക്കരുത്, ബാക്കിയൊക്കെ പാറ്റിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് തന്നെ പറഞ്ഞു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാണ് പിശാച്, നീ എത്ര പാറ്റിയാല് ഇത് ചലിക്കത്തില്ല, ഇത് കല്ലുപോലെ നിൽക്കപ്പെടുക. ദൈവം നിന്റെ വിശ്വാസത്തെ ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യുവാൻ, നിനക്ക് ഒരിക്കൽ കൂടി ഒരു സർട്ടിഫിക്കറ്റ് നൽകുവാൻ, ഒരിക്കൽ കൂടി നിനക്ക് നിന്റെ വിശ്വാസത്തെ കുറിച്ച് നിനക്കൊരു ഉറപ്പ് നൽകപ്പെടുവാൻ ചില നിന്നാലും പരിഹാസങ്ങളും നിങ്ങളെ തേടി വരൂ. മനസ്സിലാകുന്നുവോ? ഇപ്പൊ യോശുവയ്ക്ക് എന്ത് കിട്ടി? നല്ലൊരു ഡ്രസ്സ് കിട്ടി. ഒന്ന്, അതിന്റെ കാരണക്കാരനാര്? സാത്താൻ. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കി കളവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, നിന്റെ അകൃത്യം നിന്നെ പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് കൽപ്പിച്ചു. 5, അവൻ്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവൻ്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ച് യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു. അടുത്തെന്താണ്? ഒരു നിന്ന വന്നപ്പോൾ, ഒരു പരിഹാസം വന്നപ്പോൾ, ഒന്ന് ഒരു ഉത്സവ വസ്ത്രം ലഭിച്ചു. ഒന്ന് പിശാചിനെ ഭത്സിച്ചു. ദൈവശക്തി സൈത്താന്റെ മേൽ വന്നു, അവനെ ശാസിച്ചു മാറ്റി, മിണ്ടരുത്, മാറിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഭക്തനെ നീ തുടരുത്, ഇത് തീയിൽ നിന്ന് കിളിർത്തു വന്നതാണെന്ന് പറഞ്ഞവനെ മാറ്റി. 2, അവനൊരു ഉത്സവ വസ്ത്രം ലഭിച്ചു. അതുകൊണ്ട് മാത്രം ദൈവം തൃപ്തിപ്പെട്ടില്ല. കാരണം സാത്താൻ്റെതായിട്ടുള്ള ഈ ആക്രോശങ്ങളുടെ മധ്യത്തിൽ മൗനം ദീക്ഷിച്ച, ഒന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് നിന്ന ഭക്തന് വേണ്ടിയിട്ട് ദൈവം പ്രതികരിച്ച സമയത്തിലേക്ക് ഉത്സവ വസ്ത്രം മാത്രം പോരാ, നിന്റെ തലയിൽ ആരും കിളിർക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ഒരു മുടി ഞാൻ കിളിർപ്പിക്കാൻ പോവാ. രാജമുടി, രാജമുടി, രാജമുടി. നിനക്കൊരിക്കൽ കൂടി ഒരു പ്രമോഷൻ തരാൻ പോവുകയാ, ഒരിക്കൽ കൂടി ഒരു പദവി ഞാൻ വർദ്ധിപ്പിച്ചു തരാൻ പോവുകയാണ്. കാരണം നിന്ദകളുടെയും പരിഹാസത്തിന്റെയും മധ്യത്തിൽ നീ ആയിരുന്നുവെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാനത് ആമേൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഈ വർഷങ്ങളിൽ
നമ്മൾ കടന്നുപോയ അനുഭവങ്ങളിൽ നന്ദി അർപ്പിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഇതെല്ലാം അനുഭവിച്ചാലേ പറ്റത്തേ ഉള്ളൂ. ഇതെല്ലാം അനുഭവിച്ചാലേ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ കഴിയപ്പെടത്തുള്ളൂ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ വായിക്കുന്ന സമയത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മത്തായി 5:10 മുതൽ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. കർത്താവിൻ്റെ തിരുവായി മൊഴിയപ്പെട്ട ഈ പ്രഭാഷണത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ മുത്തുകളായിരിക്കുന്ന ഈ വചനത്തിൽ കർത്താവ് എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാം? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. പള്ളി പോയത് മുഖാന്തര ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ബൈബിള് വായിച്ചത് മുഖാന്തര ഉപദ്രവിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ്. മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് മുഖാന്തര ഉപദ്രവിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ്. കൈയടിച്ച് ചാടി ആരാധിച്ചത് ഈ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് അതെങ്ങാണ്ട് ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരുന്ന സമയത്തിൽ അച്ഛന്മാരും പാസ്റ്റർമാരും വളഞ്ഞു നിന്ന് നീതി നിമിത്തം നിന്നെ ഉപദ്രവിച്ചോ, വാക്കുകളാൽ ഉപദ്രവിച്ചു, നീ ചാടുന്നത് കണ്ടോ, നീ ബഹളം വയ്ക്കുന്നത് ഞാൻ കണ്ടോ, നീ കണ്ടോ, ഇവിടെ ഒന്നും പള്ളിയില്ലാത്തത് കൊണ്ടാണോ അങ്ങ് പോയത്? ബൈബിൾ പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ ഈ ഉപദ്രവം വരാതെ നമുക്ക് ഭാഗ്യം കിട്ടുമോ? കിട്ടുമോ? ഭാഗ്യം വേണോ? താനും ആരും എന്നെ ഒന്നും പറയാൻ പാടില്ല. നീ ഉപദ്രവിക്കപ്പെടും. നീതി നിമിത്തം നിന്നെ പലരും പലതും പറയും. നീ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നീ കേൾക്കേണ്ടതായിട്ട് കടന്നു വരും. ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കണം. പക്ഷേ ബൈബിൾ എഴുതിയിരിക്കുന്നു, നീ ഭാഗ്യവാനാകണമെങ്കിൽ നീ ഉപദ്രവിക്കപ്പെട്ടാലേ പറ്റത്തുള്ളൂ. എങ്കിലേ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ ആരും നിന്നെ ഉപദ്രവിച്ചില്ല. ഇപ്പോൾ വാക്കുകൾ കൊണ്ട് നിന്നെ ഉപദ്രവിക്കുന്നുവെങ്കിൽ, പ്രവർത്തികൾ കൊണ്ട് നിന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള ലൈസൻസ് അടിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്വാളിറ്റി നിർണയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒറിജിനൽ സ്വർണമാണോ ഇല്ലയോ എന്ന് ദൈവം ക്വാളിറ്റി നിർണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉന്നത ഊഷ്മാവുള്ള ഫർണസിനകത്തേക്ക് കയറ്റിവിടുന്ന സമയത്തിൽ അറിയാം ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതിനെ കുറിച്ച്. സഹോദര സഹോദരി, നിന്ന കേട്ടപ്പോൾ നീ ഓടി വിളിച്ചുവെങ്കിൽ, പരിഹാസം കേട്ടപ്പോൾ നീ ഓടി വിളിച്ചുവെങ്കിൽ, നീ ഒറിജിനൽ 24 കാരറ്റ് അല്ല. നീ ഏതോ ചെമ്പാണ്, നീ ഏതോ ഇരുമ്പിൻ കഷ്ണമാണ്. നീ ഒറിജിനൽ പൊന്നാണ് എങ്കിൽ നീ പൊന്നുപോലെ തന്നെ പുറത്തു വരും. നീ പോലെ തന്നെ പുറത്തു വരും. നീതി നിമിത്തം നീ ഉപദ്രവിക്കപ്പെടുന്നുവെങ്കിൽ നീ ഭാഗ്യവാനാണ്. അടുത്തെന്താ 11-ാം വാക്യം എഴുതിയിരിക്കുന്നത്? എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വത്രം. ലോട്ടറി അടിക്കുമ്പോഴല്ല ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ക്ഷാമകാലത്ത് ഇസഹാക്ക് വിതച്ചപ്പോ 30, 60, 100 മേനിയായി കൊയ്തെടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് വിയർപ്പിന്റെ ഫലം മാത്രം മതി കേട്ടോ. ഹല്ലേലൂയാ. ആമേ. തൊണ്ട പൊട്ടുന്നത് വരെ എൻ്റെ അപ്പനെ ഉയർത്തപ്പെടുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് തരുന്ന ചില നന്മകളുണ്ട്, അത് മതി. നമുക്ക് ഭാഗ്യവാൻ. നമുക്ക് ലോട്ടറി കിട്ടുമ്പോഴല്ല നമ്മൾ ഭാഗ്യമുള്ളവർ. നമ്മുടെ വിയർപ്പിന്റെ ഫലം നമുക്ക് കിട്ടുമ്പോഴാണ് ഭാഗ്യവാൻ. നിന്ദകളിലും പരിഹാസങ്ങളിലും ആമേൻ പിന്മാറിപ്പോകാതെ ദൈവസ്നേഹത്തിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാർ. നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും ആമേൻ എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഭാഗ്യമുള്ളത്. നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കേണ്ടത് അധ്വാനം. നമ്മുടെ കഠിനാധ്വാനം. നമ്മുടെ കഠിനാധ്വാനത്തിന് ഫലം തരും. നമ്മുടെ കയ്യടിക്ക് ഫലം തരും. നമ്മുടെ ഉപവാസത്തിന് ഫലം തരും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം തരും. നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഫലം തരും. നമ്മുടേതായിട്ടുള്ള ഹാർഡ് വർക്കിന് ദൈവം ഫലം തരും. അതിന് മാത്രം നമ്മൾ അധികം ആഗ്രഹിക്കണം. അതാണ് നമ്മുടെ അവകാശം. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മുടെ അവകാശമാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. മനസ്സിലായോ? കർത്താവ് പറഞ്ഞത്, നിനക്ക് നിന്ന് വരുമ്പോൾ, നിങ്ങൾക്ക് പരിഹാസം വരുമ്പോൾ, നിങ്ങൾക്ക് ദോഷി വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക മാത്രമല്ല, പിന്നെ എന്തെയോ, സന്തോഷിച്ച്
ഉല്ലസിച്ചു കൊള്ളുവിൻ. 2 ചാട്ടം കൂടുതൽ ചാടണമെന്ന്. നിന്റെ ചാട്ടത്തെക്കുറിച്ച് ആരെങ്കിലും വിമർശിക്കുന്ന സമയത്തിൽ നീ 2 ചാട്ടം ചാടണം. നീ നല്ല വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ വരുമ്പോൾ അസൂയാലികൾ നീ ഭയങ്കര ഡ്രസ്സ് ധരിച്ചു എന്ന് വെച്ചാൽ നീ നല്ല വസ്ത്രം വീണ്ടും കുറച്ചുകൂടെ നല്ലത് തന്നെ ധരിച്ചോളണം. ഹല്ലേലൂയ, ആമേൻ. നീ നല്ല വണ്ടിയിൽ പള്ളിയിൽ വരുന്ന സമയത്തിൽ നിന്നെ പരിഹസിച്ചുവെങ്കിൽ നീ അതിനേക്കാൾ നല്ല വണ്ടിയിൽ വരണം. ഹല്ലേലൂയ. നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ, എൻ്റെ നിമിത്തം നിങ്ങൾ നിന്ദകളിലൂടെയും പരിഹാസത്തിലൂടെ നടക്കുമ്പോൾ ഭാഗ്യമാണ്. കർത്താവ് പറഞ്ഞത് സന്തോഷിച്ചുല്ലസിപ്പിക്കും. സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് തുറന്നു എന്നാണ് അർത്ഥം. സന്തോഷം. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ, തീർന്നില്ല. നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അപ്പോൾ ഇവിടെ നീ നിന്നെ അനുഭവിക്കുമ്പോൾ, ഇവിടെ നിങ്ങൾ പരിഹാസങ്ങൾ അനുഭവിക്കുമ്പോൾ, ഇവിടെ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, എല്ലാവരും നിങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ, ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുന്ന സമയങ്ങളിലും സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇതിനുള്ള പ്രതിഫലമുണ്ട്. ഓരോ വാക്കുകളും ദൈവനാമം നിമിത്തം നീ കേട്ടുവെങ്കിൽ ക്രിസ്തുവിനെ ചൊല്ലി അവനെ ആരാധിച്ചത് മുഖാന്തരം, അവൻ്റെ വേല ചെയ്തത് മുഖാന്തരം, അവൻ്റെ നാമത്തെ ഉയർത്തിയത് നിമിത്തം എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നീ കേട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിനക്കൊരു പ്രതിഫലമുണ്ട്. എന്നോടൊപ്പം ചേർന്ന് ആമേൻ ദൈവത്തെ സ്തുതിക്കുന്നവരെന്ന് കൈയടിച്ചു പറ, കർത്താവേ, ഞങ്ങൾ നിന്ദകളിൽ പരിഹാസങ്ങളിൽ തോറ്റുപോകത്തില്ല. ഞങ്ങൾ മുൻപിലേക്ക് ഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവന്റെ ശിഷ്യന്മാർ അവനോട്, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു എന്ന് ചോദിച്ച സമയത്തില് കർത്താവ് പഠിപ്പിച്ച ഒരു ഭാഗമായിരിക്കുന്നു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തല്ല, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിപ്പെടണമെങ്കിൽ ഇവൻ ഇത് അനുഭവിച്ചാലേ പറ്റത്തേ ഉള്ളൂ. മനസ്സിലാകുന്നു? അപ്പൊ ചില രോഗങ്ങൾ ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടിയിട്ടാണ്, ചില അസമാധാനങ്ങൾ ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടിയിട്ടാണ്, ചില നിന്ദകൾ, പരിഹാസങ്ങൾ, ദുഷികൾ ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടിയിട്ടാണ്, ചില താഴ്ചകൾ, തകർച്ചകൾ, ദാരിദ്ര്യം, ഇതൊക്കെ ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ തന്നെ ആയിരിക്കുന്നു എന്നുള്ളത് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ കുരുടൻ്റെ രോഗശാന്തിയെക്കുറിച്ച് നമ്മൾ താഴേക്ക് വായിച്ചു വരുന്ന സമയത്തിൽ അതിന് യേശു അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരും പാപം ചെയ്തില്ല, ദൈവപ്രവൃത്തിയെങ്കിൽ വെളിവാകുന്നത്ര എന്നെ അയച്ചവൻ്റെ പ്രവർത്തിയിട്ടുള്ള 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ശീലോഹോം കുളം കഴുകുക എന്നവനോട് പറഞ്ഞു. ശീലോഹോം എന്നതിന് അയക്കപ്പെട്ടവനർത്ഥം. അടുത്തവനെ സൗഖ്യമാക്കുന്നത് അവനെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യിപ്പിച്ചു. കൈയെടുത്ത് വീശുകയല്ല, അവൻ്റെ കണ്ണിൽ ചെളി പുരട്ടി ശീലോഹവും കുളത്തിച്ചെന്ന് കഴുകാനായിട്ട് പറഞ്ഞു. കഴുകാൻ പറഞ്ഞ സമയത്തിൽ അവൻ ചെളി പുരട്ടിയ കണ്ണുമായി ശീലോഹവും കുളത്തിലേക്ക് പോയി. അവൻ കവലയൂടെ കടന്നുപോയി. പലരും നോക്കി, ഇതെന്തിനാണത് ഈ ചെളിയും പുരട്ടിക്കൊണ്ട് അവനിങ്ങനെ പോകുന്നത്, എന്നാത്തിനാ നീ ചെളിയും വെച്ചുകൊണ്ട് ഇടപെടണം, എന്താണ് വെള്ളം തരാടാ, വാടാ മോൻ കഴുടാ എന്ന് പറഞ്ഞു. പറഞ്ഞു, ഇല്ല, എനിക്ക് രോഗശാന്തി കിട്ടണമെങ്കിൽ ഞാൻ ഇതും കൊണ്ട് തെരുവിലൂടെ നടന്നു പോയാലേ പറ്റത്തേ ഉള്ളൂ. 10 പേര് കാണുക ഈ ചെളിയും കൊണ്ട് ഞാൻ പോയാലേ പറ്റത്തേ ഉള്ളൂ. അത് ദൈവഹിതം അതാണ്. എല്ലായിടത്തും കൈയും കാലും വീശിയല്ല സൗഖ്യം കിട്ടുന്നത്, എല്ലായിടത്തും വചനം പറഞ്ഞിട്ടല്ല. ഞാനിത് പബ്ലിക്കായിട്ട് ഇതിനെ കൊണ്ട് ഇങ്ങനെ നടന്നാലേ പറ്റത്തേ ഉള്ളൂ. അത് ദൈവഹിതം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഈ ചെളിയും കൊണ്ട് ശീലോഹവും കുളം വരെയും പോകാൻ റെഡി ആയിരിക്കപ്പെടുകയാണ്. ഇന്ന് പകൽ സമയത്തിൽ ചോദ്യം ചെയ്യാതെയുള്ള ഒരു അനുസരണം അവനിലുണ്ടായിരുന്നു. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഈ ചെളിയും പുരട്ടി നീ എവിടെ പോകുന്നടാ, ഈ ചെളിയും പുരട്ടി ഇത്ര ദൂരെ എവിടെ പോകുന്നടാ, എന്റെ അതിനാണ് പോകുന്നത്, ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. എനിക്കൊരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. യേശു അപ്പച്ചന് ഞാൻ ഇങ്ങനെ സൗഖ്യം പ്രാപിക്കണമെന്നാണ് ഇഷ്ടമെങ്കിൽ ഞാനത് ചെയ്യാൻ റെഡിയാ. എനിക്ക് തോന്നുന്നു അവിടെ കൂടി നിന്ന ഒരു പരീശന്റെ അടുക്കലേക്കാണ് അവനെ വിളിച്ചിട്ട് അവന്റെ മുഖത്ത് ചെളി വാങ്ങിച്ച് ചേച്ചങ്ങ് ഹെൽമെറ്റ് എടുത്തടിച്ചേനെ. അപ്പൊ യേശുവിന് നല്ല ജ്ഞാനമുണ്ട്, ഇത് ആരുടെ പുറത്ത് പുരട്ടണം, ആരുടെ പുറത്ത് പുരട്ടണ്ടെന്ന്. പത്രോസിന്റെ വിശ്വാസത്തെ അറിയാം. അതോടനുബന്ധിച്ച് ഇയ്യോബിന്റെ വിശ്വാസം അവന് തിരിച്ചറിയാം. അന്ത്രിയോസിന്റെ വിശ്വാസം അവന് വ്യക്തമായിട്ട് അറിയാം. മത്തായിയുടെ വിശ്വാസം അവന് വ്യക്തം. ഓരോരുത്തർ തോമസിന്റെ വിശ്വാസം അറിയാം. തോമസിന് വേണ്ടിയിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട എന്താണ്, അവന്റെ അടുക്കൽ വന്ന് നേരിട്ട് നിന്നിട്ട് വിലാപ്പുറത്തിൽ മുറിവ് കൂടെ കാണിച്ചു കൊടുത്തു. വേറെ ആർക്കും മുറിവ് കാണിച്ചു കൊടുക്കേണ്ടി വന്നില്ല.
കർത്താവിനറിയാം ഇവനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും, അവളോടും കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. യവൻ എൻ്റെ മുറിവ് കണ്ടല്ലാതെ വണ്ണം യവൻ ഒരിക്കലും മുറിവ് കണ്ടല്ലാതെ ഒരിക്കലും യവന് വിശ്വാസം വരത്തില്ല. അതുകൊണ്ട് നിങ്ങളിലാണെങ്കിലും കർത്താവിനറിയാം നിങ്ങളെല്ലാം ഒരേ തുലാസിൽ തൂങ്ങുന്നവരല്ല, നിങ്ങൾ വ്യത്യസ്തരാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള നിന്റെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് ദൈവം ചില പ്രവർത്തികളെ ചന്നിട്ടുണ്ട് എങ്കിൽ ആമേൻ, എൻ്റെ കർത്താവ് നിന്നെ തെളിതേച്ച് നിന്നെ പറഞ്ഞു വിടാനാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പൂർണ്ണ മനസ്സോടെ നിങ്ങൾക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊരു അത്ഭുതമാണ്. അങ്ങനെ അവന് സൗഖ്യം കിട്ടി. 14-ാം വാക്യം മുതൽ വായിക്കുന്ന സമയത്ത് യേശു ചേറുണ്ടാക്കി അവൻ്റെ കണ്ണ് തുറന്ന് ശബത്ത് നാളിലായിരുന്നു അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവനവരോട് അവൻ്റെ കണ്ണിന്മേൽ ചേറ് തേച്ച് അവൻ എൻ്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ പരീശന്മാർ ഇവിടെ സൗഖ്യം പ്രാപിച്ചത് എളുപ്പ പരിപാടിയാണ്, ഒരു ഞൊണുക്ക് പരിപാടി. നമുക്ക് എന്താ പറയുക, ആ ചെളിയെ നമുക്ക് ക്ലേ സോപ്പ് എന്ന് പറയാം. സോപ്പ് കണ്ണീ പുരട്ടിയില്ലേ, ചെളി അതിനകത്തുണ്ട്. ക്ലേ സോപ്പ് നമുക്കൊരു പേരിടാം, ഒരു സോപ്പ് പോലത്തെ ഒരു സാധനം നമുക്ക് പേരിടാം. അപ്പം അതിനങ്ങ് പുരട്ടിയപ്പോൾ കാര്യമൊക്കെ ഓക്കെ, എളുപ്പ പരിപാടിയാണ്. അത് അന്നത്തെ കാലത്ത് കർത്താവ് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോഴാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് തോന്നുന്നു. സ്തോത്രം. അപ്പം അത് എളുപ്പ പരിപാടി, എടുത്തൊരു പൂശക്കം പൂശുക, ഒരു കഴുകക്കം, ഓക്കെ ആയി. പക്ഷേ പ്രശ്നം അതല്ല. ഇവന് സുഖം കിട്ടിയപ്പോൾ അതുവരെ ഇല്ലാത്ത ആഫീസർമാരെല്ലാവരും വന്ന് നിന്നു. അവിടെ നിന്നാണ് സുഖം കിട്ടിയത്. പരീശന്മാർ ചിലർ ആ മനുഷ്യനെ ശബത്ത് പ്രമാണിക്കൊണ്ട് ശബത്തിന്റെ അടുക്കൽ അവൻ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറന്നത് കൊണ്ട് നീ അവനെക്കുറിച്ച് എന്ത് പറയുന്നു? ചോദ്യം ചെയ്യലാണ്. എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അവനൊരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. കാഴ്ച പ്രാപിച്ചവൻ്റെ അമ്മയപ്പന്മാരെ വിളിച്ചു, അടുത്ത അമ്മയപ്പന്മാരെ വിളിച്ചു. സ്തോത്രം. വിളിച്ചു ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നുവെന്നും കാഴ്ച പ്രാപിച്ചുവെന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചവൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ആദ്യം ഇവൻ സുഖം പ്രാപിച്ചു എന്ന് കണ്ട സമയത്തിൽ, അപ്പോൾ സൗഖ്യം പ്രാപിച്ചത് എളുപ്പ പരിപാടിയാണ്. ഒരു ക്ലേ സോപ്പ് ഒന്ന് പുരട്ടി ഒറ്റ പരിപാടി, സൗഖ്യം കിട്ടും. പക്ഷെ സൗഖ്യം കിട്ടിയപ്പോൾ അവന് വിട്ടില്ല. അവനെ വിടാതെ വന്നിട്ട് ആദ്യം പറഞ്ഞു, കഴിഞ്ഞു വാ, ആരുടെ സൗഖ്യം തന്നു? പറഞ്ഞു യേശു. അവനാര്? അവനും ഇവനെന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ, എനിക്ക് സൗഖ്യം കിട്ടി, അത്രേ അറിയോ? ഒരു പ്രവാചകനെന്ന് തോന്നുന്നു. എനിക്കതെന്ന് പറഞ്ഞൂടാ സൗഖ്യം കിട്ടി. ശരി, നീ നാളെ അങ്ങ് സ്റ്റേഷനിൽ വരണമെന്ന്. അന്ന് സന്നിധ്ര സംഘം, അവരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. മതപുരോഹിതന്മാർ, അവരാണ് അവിടുത്തെ ആൾക്കാർ. അടുത്തവനെ വിളിച്ച് വീണ്ടും തലങ്ങും വിലങ്ങും ക്രോസ് വിസ്താരം ചെയ്തു. എടാ, നീ നമ്പർ അടിക്കണേല്ലേ? ഇതൊക്കെ ചുമ്മാ പരിപാടി ഒപ്പിക്കണേല്ലേ? നിനക്ക് നേരത്തെ കണ്ണ് കാഴ്ചയിടാം. നീ നമ്പർ അടിച്ച് നീ കണ്ണ് കാഴ്ചയില്ലാത്തവനെന്ന് അഭിനയിച്ച് അങ്ങേര് തന്ന ആ ചെളിയെടുത്ത് പുരട്ടിയിട്ട് നിനക്ക് സുഖമുണ്ടെന്ന് പറഞ്ഞ് നീ അങ്ങേരെ ബ്രാൻഡായിട്ട് നിൽക്കുകയില്ല. എത്ര രൂപ കിട്ടിയിടാ? നീ കള്ളസാക്ഷ്യം പറഞ്ഞാൽ എത്ര രൂപ കിട്ടിയിടാന്നോ? എനിക്ക് അന്ന് പറഞ്ഞുകൂടാ, എനിക്ക് കാഴ്ച കിട്ടി, അത്രയേ ഉള്ളൂ. വിളിച്ചു അപ്പനെ അമ്മയെ വിളിടാ. ഡേ SI ഇഞ്ഞു വാടാ, വിളി അവൻ്റെ അപ്പനെ അമ്മയും അറസ്റ്റ് ചെയ്തുകൊണ്ട് വാടാന്ന് പറഞ്ഞു. വിളിച്ചു. നാളെ 10 മണിക്ക് എല്ലാവരും സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ അന്നത്തെ സ്റ്റേഷൻ അറിയാമല്ലോ, സന്നിധ്ര സംഘം അമ്മാരാണ്. എന്നിട്ട് വിളിച്ചു. യവൻ വന്നിട്ട് അമ്മാരിന്ന് പൈസയും മേടിച്ചിട്ട് കള്ളസാക്ഷിയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പറ, സത്യം പറ, അല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് അറസ്റ്റ് ചെയ്തതെന്ന് പറയും. സത്യം പറ, യവൻ നേരത്തെ കണ്ണ് കാണാമായിരുന്നു. സാറേ, അവന് കണ്ണ് കണ്ടുകൂടായിരുന്നു. ഇവന് കണ്ണ് കാണാൻ അതെങ്ങനെ കണ്ടു നമുക്കറിയാം. നീ ചെളി വെച്ചിട്ടാണോ, വെള്ളം കുടിച്ചിട്ടാണോ, സോപ്പ് ഉപയോഗിച്ചിട്ടാണോ, പിന്നെ ഇനി എന്താണോ നമുക്ക് ഒരു പിടിയില്ല, അതൊന്നും അറിയത്തില്ല. പക്ഷെ നേരത്തെ കണ്ടുവിടുന്നു, ഇപ്പൊ കാണാം, ബാക്കി ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അടുത്ത് നീ പള്ളിക്കാരെല്ലാം കിടന്നു. നാളെ മുതൽ നീ പള്ളിക്കാരല്ല. നീ യേശുവിന്റെ സാക്ഷ്യം പറഞ്ഞുവെങ്കിൽ ഈ പള്ളിക്കകത്ത് നിനക്ക് ഒരു തല, നീ ശബത്തിൽ ലംഘിച്ചവനാണ്, നീ യേശുവിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞു, നമ്മുടെ പള്ളിക്കകത്തില്ല, നിനക്ക് TC എന്നൊന്ന് വിടാൻ പോകും. TC ആണെങ്കിൽ വേറൊരു പള്ളി ചേർക്കാനില്ല. നിന്നെ ഫാമിലി രജിസ്റ്ററിൽ നിന്ന് ഞങ്ങൾ വെട്ടിയിരിക്കുകയാണ്. അടുത്ത ആഴ്ച നീ പള്ളിയിൽ കയറല്ലേ. എന്തുകൊണ്ടാ? സാക്ഷി പറഞ്ഞുകൊണ്ട്, യേശുവിന്റെ സാക്ഷി പറഞ്ഞുകൊണ്ട്. അടുത്തതാ കോടതിയിൽ അവനെ ഹാജരാക്കി, അവനെ വിളിച്ചു, അവൻ്റെ അപ്പനെ അമ്മയും വിളിച്ചു, എല്ലാത്തിനെയും ക്രോസ് വിസ്താരം ചെയ്തു. അടുത്ത അതിൻ്റെ അപ്പുറത്ത് എന്ന സമയത്തിലേക്ക് വീണ്ടും വലിയ ക്രോസ് വിസ്താരം. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സൗഖ്യം പ്രാപിക്കാൻ എളുപ്പമാണ്,
പക്ഷേ പ്രാപിച്ചെടുത്ത സൗഖ്യത്തെ ചൊല്ലിയുള്ള ക്രിട്ടിസൈസിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് മാത്രമല്ല, അത് അന്നും ആ കാലഘട്ടത്തിലും അപ്രകാരം തന്നെ ആയിരിക്കുന്നുവെങ്കിൽ ഞാൻ ആ കുരുടനെ ഒന്ന് അഭിനന്ദിക്കുകയാണ്. അവൻ ഇത്രയാണ് ഇതുപോലെ എടുത്ത് കിണ്ടിയിട്ടും അവൻ 1 ഇഞ്ച് മാറാതെ പറഞ്ഞു, എനിക്കൊന്നും അറിഞ്ഞൂടാ, എനിക്ക് സുഖം കിട്ടി. യേശു എന്ന ഒരാൾ എൻ്റെ മുഖത്ത് ചെളി പുരട്ടി ആ സോപ്പ് വിചാരിച്ചു എനിക്ക് സുഖം കിട്ടി. എനിക്കതേ അറിയാം. ഇനിയിപ്പോൾ ആ ചെളിക്കകത്ത് എന്ത് കെമിക്കൽ ചേർത്തിരുന്നുവെന്നും ആ ചെളിക്കകത്ത് ഇനി എന്തൊക്കെ ഉണ്ട് അത് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് സുഖം കിട്ടി. എനിക്കതാണ് ആവശ്യമായിരുന്നത്. പള്ളിക്കാരെ പേടിച്ച് വാക്ക് മാറ്റി പറഞ്ഞില്ല. സന്നിധി സംഘത്തെ പേടിച്ചിട്ട്, പരീക്ഷന്മാരെ പേടിച്ച് അവരുടേതായിട്ടുള്ള അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വാക്ക് മാറി പറഞ്ഞില്ല. പക്ഷെ കുരുടൻ തള്ളി പറഞ്ഞില്ല. അവന് കേക്കറി കണക്കിന് വസ്തുവും വകയില്ല എങ്കിലും, അവൻ ഒരുപാട് പേരും പ്രശസ്തിയില്ല എങ്കിലും, നല്ല ആരോഗ്യമുള്ളൊരു ശരീരം അതുവരെയും അവൻ ഇല്ലായിരുന്നുവെങ്കിലും, ഈ ലോകത്തിലുള്ള ഒരു കാഴ്ചകളും അവൻ ഇതുവരേക്കും കണ്ടിട്ടില്ല എങ്കിലും, ആദ്യമായിട്ട് കണ്ണ് തുറന്നപ്പോൾ യേശുവിനെ തള്ളി പറഞ്ഞില്ല. ഇനി മരണം വരെയും ഞാൻ ജയിലിനകത്ത് കിടക്കേണ്ടി വന്നാലും ശരി, ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ശരി തന്നെയാണ്, ഏത് പള്ളിക്കാരന്റെ പേര് വെട്ടി ഇറക്കി വിട്ടാലും ശരി തന്നെയാണ്, ഈ ലോകത്തിലെ എന്ത് ആദായം കിട്ടിയാലും ഈ മരണം വരെയും പരിശുദ്ധാത്മാവിനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. സൗഖ്യത്തിന് വേണ്ടി കാത്തു കിടക്കുന്നവരെ, വിടുതലിന് വേണ്ടി കാത്തു കിടക്കുന്നവരെ, വല്ലപ്പോഴും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കണം. സൗഖ്യം വരുമ്പോൾ നമ്മുടെയൊക്കെ ലെവല് മാറും. നമ്മുടേതായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരം വരുമ്പോൾ നമ്മുടെ എല്ലാ ലെവല് മാറും. പോളിത്തീൻ കവല് പോലെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയെയും ദൈവ സാന്നിധ്യത്തെയും ദൈവകൃപയെയും തട്ടിപ്പറഞ്ഞിട്ട് നമ്മൾ ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് നന്മയ്ക്ക് വേണ്ടി ഓടി നടക്കപ്പെടുമ്പോൾ മരണം വരെയും ക്രിസ്തുവിനെ ചുമക്കാനുള്ള ഒരു മനസ്സ് വരട്ടെ. ഈ ലോകത്തിലെ ശക്തികൾ നിങ്ങളെ മാടി വിളിക്കും, ലോകത്തിലെ അന്യ ശക്തികൾ നിങ്ങളെ മാടി വിളിക്കുക, ലോകത്തിലെ അന്യ ആരാധന ശക്തികൾ നിങ്ങളെ മാടി വിളിക്കുക, ലോകത്തിൻ്റെതായിട്ടുള്ള മനുഷ്യൻ നിങ്ങളെ മാടി വിളിക്കും. നിങ്ങൾ പോകരുത്. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മളെ രക്ഷിച്ച ദൈവത്തെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഒരിക്കലായിട്ട് ദൈവം നമുക്കൊരു പുതുജീവൻ തന്നുവെങ്കിൽ ലോകം നമ്മളെക്കുറിച്ച് പലതും പറയും. ലോകം നമ്മളെ പല രീതിയിൽ നമ്മളെ പിന്മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കും. അവിടെയൊന്നും ചഞ്ചലിച്ചു പോകാതെ നമ്മെ രക്ഷിച്ച ദൈവത്തെ മറ്റൊരാൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യകതയില്ല. നമ്മൾ അനുഭവിച്ചവരാണ്. ആ അനുഭവിച്ച ദൈവത്തിന്റെ ധനത്തിന് ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നിൽക്കാൻ കഴിയണം. ആ പരിശുദ്ധാത്മാവിനോടൊപ്പം നിൽക്കാൻ കഴിയണം. പാരമ്പര്യ ശക്തികളുടെ അടിമത്വത്തിലേക്കല്ല. അവൻ ദൈവം ആത്മാവാകുന്നു, അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നുള്ള ദൈവവചന പ്രകാരം അന്ത്യം വരെ നീ പരിശുദ്ധാത്മാവിൽ അവനെ സ്തുതിക്കണം. ഈ അറിഞ്ഞ ദൈവത്തെ സീസൺ അനുസരിച്ച് നമ്മൾ ഉപേക്ഷിച്ചിട്ട് തന്നിഷ്ടപ്രകാരം ഓടുകയല്ല. ദൈവം നമ്മളെ എവിടെ നട്ടോ അവിടെ തന്നെ മരിക്കേണ്ടി വന്നാലും എത്ര നഷ്ടങ്ങൾ ഭരിക്കേണ്ടി ഞാൻ ഒത്തിരി അനുഭവിച്ചു. പക്ഷേ ആമൻ ചഞ്ചലിച്ചില്ല. ഒരിടത്തും ചഞ്ചലിക്കാതെ ഇന്നുവരെ ആമൻ നിന്നുവെങ്കിൽ നിങ്ങൾ നിൽക്കണം. ഈ കുരുടൻ നിന്നു. അവനെ ക്രോസ് വിസ്താരം ചെയ്തപ്പോൾ, അവനെ കോടതി കയറ്റിയപ്പോൾ, അവനെ പള്ളിയിൽ നിന്ന് പേര് വെട്ടിയപ്പോൾ അവൻ ചലിച്ചില്ല. യേശു തന്നെയാണ് എന്നെ സുഖപ്പെടുത്തിയത്. അവൻ അന്ത്യം വരെയും ആ സാക്ഷ്യത്തെ കാത്തു സൂക്ഷിച്ചുവെങ്കിൽ ഈ ദിവസങ്ങളിൽ സീസൺ അനുസരിച്ച് വിശ്വാസം ചലിക്കരുത്, സീസൺ അനുസരിച്ച് മാറരുത്. ഉറപ്പോടെ നിൽക്കണം, ധൈര്യത്തോടെ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിപ്പനെന്ന് ദൈവവചനം പഠിപ്പിച്ചതനുസരിച്ച് നമുക്ക് സ്ഥിരതയോടെ നിൽക്കാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടാം. ഈ കഷ്ടങ്ങൾ ദൈവപ്രവർത്തിക്കാണ്, ഈ ബുദ്ധിമുട്ടുകൾ ദൈവപ്രവർത്തികൾ. നിങ്ങൾ കടന്നുപോയ ചില വേദനകൾ, നിങ്ങൾ കടന്നുപോയ ചില ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ കടന്നുപോയ ചില പ്രയാസങ്ങൾ നിങ്ങളെ തകർക്കാനല്ല. ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട്. സ്റ്റിയറിംഗ് ദൈവം പിടിക്കും. ആ ദൈവം പിടിക്കുന്ന സ്റ്റിയറിങ്ങിലൂടെ പോകണം. ആ ദൈവം നല്ലതിന് വേണ്ടിയിട്ട് വഴിക്ക് വെച്ച് ഉപേക്ഷിക്കത്തില്ല. തൽക്കാലം ശോധനയായിട്ട് തോന്നും, തൽക്കാലം വേദനയായിട്ട് തോന്നും, തൽക്കാലം ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഏറ്റവും ഒടുവിൽ ദൈവം നമുക്കതെല്ലാം അനുഗ്രഹമായി തീരും.